നിമിഷങ്ങൾ തെന്നി മാറിക്കൊണ്ടിരുന്നു ഗൗരിയിൽ നിന്നും. പക്ഷേ ഒരു വാക്ക് പോലും പുറത്തേക്ക് വന്നില്ല. ഗൗരി, അവൻ വിളിച്ചപ്പോൾ ഗൗരി ഒന്ന് ഞെട്ടി. നീ എന്തിനാണ് ഇങ്ങനെ ഞെട്ടുന്നത്? അവൻ അവളെ തോളിൽ ഒന്ന് തൊട്ടു. നമുക്ക് പോകാൻ മഹിയേട്ടാ, സമയം പോകുന്നു. ടീച്ചറമ്മ വിഷമിക്കും. അമ്മയോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അതോർത്ത് നീ പേടിക്കേണ്ട. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയേ. എനിക്ക് എനിക്ക് അങ്ങനെയൊന്നും പറയാൻ മാത്രം ഒന്നുമില്ല. അതെന്താ? അമ്മ എന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നിന്നോട് മുന്നേ പറഞ്ഞു തരായിരുന്നോ? പറഞ്ഞിരുന്നു. എന്നിട്ടെന്താ നീ നിന്റെ ജീവിതം ഹോമിക്കാൻ അങ്ങ് തീരുമാനിച്ചത്? എന്തെങ്കിലും ഒരു ലക്ഷ്യം അതിൻ്റെ പിന്നിൽ ഇല്ലാതെ വരില്ലല്ലോ. മഹി അവളെ തന്നെ ഉറ്റുനോക്കി. എൻ്റെ വിധിയാകും ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന്. അല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാനില്ല, ഗൗരി പറഞ്ഞു. അങ്ങനെ വിധി എന്നുള്ള രണ്ടക്ഷരത്തിന് വിട്ടുകൊടുക്കാൻ പറ്റുമോ ഗൗരി? നിന്നെപ്പോലെ അറിവും വിവരവും ഒക്കെയുള്ള ഒരു പെണ്ണ് അവളുടെ ജീവിതം, അതോ നിന്റെ ചെറിയമ്മ പറയും പോലെ ഞാൻ താമസിയാതെ തട്ടിപ്പോകുമെന്ന് നീയും കരുതിയോ? ഗൗരി അപ്പോൾ അവനെ ദേഷ്യത്തിൽ നോക്കി. മഹിയണ്ണ, ഇതെന്താണ്? ആ സ്ത്രീ വല്ലതും പറഞ്ഞെന്ന് വെച്ച് എപ്പോഴും ഇത് തന്നെ പറയണോ? എങ്കിൽ പറയ, എന്തുകൊണ്ടാണ് നീ വിവാഹത്തിന് സമ്മതിച്ചേ? അവൾ മഹിയെ നോക്കി. നമുക്ക് പോകാം, നേരം വൈകുന്ന മഹിയേട്ടാ. നീ വ്യക്തമായ ഒരു മറുപടി തരൂ. ആ സെക്കൻഡിൽ ഞാൻ ഈ വണ്ടി എടുക്കും. അങ്ങനെയാണെങ്കിൽ കേട്ടോ, എനിക്ക് പറയാനിപ്പോൾ മനസ്സില്ല. നിങ്ങൾ ഇവിടെ കിടന്നോ, ഞാൻ എൻ്റെ വഴിക്ക് പോകുക. ഗൗരി ലോക്ക് മാറ്റി വേഗം കാറിൽ നിന്നും ഇറങ്ങി. ഡീ, മഹി അവളെ വിളിച്ചുവെങ്കിലും ഗൗരി നിന്നില്ല. അവൻ ഗ്ലാസ് താഴ്ത്തിയപ്പോൾ ഗൗരി അവനെ നോക്കി. ഓ, ഒരു കാര്യം കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നു. എനിക്കിപ്പോൾ പറയാൻ സൗകര്യമില്ല. നിങ്ങളോടെന്നല്ല, ആരോടും പറയില്ല ഞാനത്. ഞാൻ മരിച്ചു പോകുമ്പോൾ എൻ്റെ ആത്മാവിൽ അലിഞ്ഞു പോകും ആ കാരണം എന്താണെന്നുള്ളത്. അവനെ നോക്കി കൊഞ്ഞണം കുത്തിയിട്ട് അവൾ മുന്നോട്ട് നടന്നു പോയി. കുറച്ചു ദൂരം ചെന്നിട്ട് ഗൗരി തിരിഞ്ഞു നോക്കി. അപ്പോഴും മഹിയുടെ കാറ് അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. ടീച്ചറമ്മയെ ഭാഗം കൊണ്ടുപോയി മേശമേൽ വെച്ചിട്ട് അവൾ ഉറക്കെ വിളിച്ചു. മോളെ. അവർ ഗൗരിക്ക് ഒരു കപ്പ് കാപ്പിയുമായി വരുന്നുണ്ടായിരുന്നു. ലീലയെടുത്തി എവിടെ? ലീലയുടെ അമ്മയ്ക്ക് സുഖമില്ലത്രേ, ഹോസ്പിറ്റലിലാണെന്ന്. അതിനി പോയേക്കുവാ. ഇനി എന്ന് വരുവോ മടങ്ങി? അയ്യോ, അത് കഷ്ടമായല്ലോ. എവിടെയാണമ്മേ അവരുടെ വീട്? വണ്ടിപ്പെരിയാർ. അവിടെ നിന്നും പിന്നെയും കുറച്ച് ഉള്ളിലോട്ട് പോകണമെന്നാണ് ലീല പറഞ്ഞത്. ഏത് ഹോസ്പിറ്റലാണ്? അവരുടെ നാട്ടിൽ എവിടെയുള്ള ഹോസ്പിറ്റലാണത്രേ. അപ്പോഴേക്കും മഹിയുടെ വണ്ടി വന്നു നിന്നും. ലീലയെടുത്തി പോയ കാര്യം ടീച്ചറമ്മ അവനോടും പറഞ്ഞു. തെക്കേലെ ജാനുവിനോട് നാളെ മുതൽ ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോനെ. ലീല വരാൻ ഇനി എന്തായാലും കുറച്ച് ദിവസം എടുക്കും. അതെന്തിനാ അമ്മ അവരോടൊക്കെ വരാൻ പറഞ്ഞത്? പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അതിന് പുതിയ ആളൊന്നും എടുക്കണ്ട, ഇവളുണ്ടല്ലോ ഇവിടെ. മഹി ഗൗരി തറപ്പിച്ചെന്ന് നോക്കിയിട്ട് എന്നിട്ട് സ്റ്റെപ്പ് കയറി മുറിയിലേക്ക് പോയി. അത് നേരാണമ്മേ, ഞാനുണ്ടല്ലോ ഇവിടെ. എനിക്ക് ചെയ്യാനുള്ള ജോലിയല്ലേ ഉള്ളൂ. ഇനി വേറെ ആർക്കും വെറുതെ പൈസ കൊടുത്ത് എടുക്കണ്ടെന്നേ ഗൗരി പറഞ്ഞപ്പോൾ ടീച്ചർ അത് വിസമ്മതിച്ചു. അതൊന്നും വേണ്ട കുട്ടി, നിനക്ക് സ്കൂളിൽ പോകേണ്ടതൊക്കെയല്ലേ. അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് എപ്പോൾ പോകാനാ? എൻ്റെ ടീച്ചറമ്മേ, ഞാനേ ഒറ്റയ്ക്കായിരുന്നു എൻ്റെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തിരുന്നത്. എന്നിട്ടല്ലേ അവിടുന്ന് സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടീച്ചറമ്മ വിഷമിക്കേണ്ട. ഗൗരി അവിടെ കവിൾ തട്ടി. എന്നിട്ട് വേഷമൊക്കെ മാറ്റി കുളിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ തന്നെ കണ്ടു മഹി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒരു ഗ്ലാസും തണുത്ത വെള്ളവും എടുത്ത് ടേബിളിൽ വെച്ചിരിക്കുന്നത്. ഓഹോ, വന്നപ്പോൾ തന്നെ തുടങ്ങി അല്ലേ? അവൾക്ക് ദേഷ്യം വന്നു. നീ എന്തെങ്കിലും പറഞ്ഞോ? ഉവ് പറഞ്ഞോ. വന്ന് കയറിയപ്പോൾ തന്നെ തുടങ്ങിയോ മദ്യസേവ? നീ കൂടുന്നുണ്ടോ? അവൻ കുപ്പിയുടെ അടപ്പ് തുറന്നു. എനിക്കിതല്ലായിരുന്നു തൊഴിൽ. അവൾ തോളിനും സാരിയുടെ പിന്നഴിച്ചു മാറ്റി ഒരു ഡെപ്പിയിലിട്ട് വയ്ക്കുകയാണ്. മഹി അപ്പോഴേക്കും ഒരു പെഗ് അടിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് വന്ന് ഗൗരിയുടെ അടുത്ത് വന്നു. എന്നിട്ട് പതിയെ അവളുടെ മുഖത്തേക്ക് നോടി. മദ്യത്തിൻ്റെ മണം അടിച്ചതും അവൾക്ക് ഓക്കാനിക്കാൻ തോന്നി. വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ മഹിയെ ദേഷ്യത്തിൽ നോക്കി. അവനപ്പോൾ അവളുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി വന്നു. മാറുന്നുണ്ടോ അങ്ങോട്ട്? എനിക്ക് നിങ്ങളുടെ മണം ഒഴിച്ചിട്ട് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നു. വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് അവൾ മഹിയോട് പറഞ്ഞത്. പെട്ടെന്ന് അവൻ അവളെ തൻ്റെ വലം കൈയാൽ നെഞ്ചിലേക്കിട്ടു. നീ ഒന്ന് വൊമിറ്റ് ചെയ്യ്, എന്നിട്ടുള്ള ബാക്കി കാര്യങ്ങൾ. ഗൗരിയുടെ ഇടം കവളപ്പോൾ അവൻ്റെ നിറയെ രോമങ്ങളാൽ അനാവൃതമായി നെഞ്ചിൽ തട്ടി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾക്ക് നിന്നെടുത്തതും അനങ്ങാൻ പോലും സാധിച്ചില്ല. ആദ്യമായിട്ടാണ് ഒരു പുരുഷൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന്, അതും തനിക്ക് താലി ചാർത്തിയവൻ്റെ ഒപ്പം. മഹിയും സത്യത്തിൽ അപ്പോൾ മറ്റേത് ലോകത്തായിരുന്നു. അവളുടെ വിറകൊള്ളുന്ന മാറിലെ ചുടിൽ അലിഞ്ഞില്ലാതെയാകും പോലെയാണ് അവനപ്പോൾ തോന്നിയത്. അവളുടെ ഹൃദയത്തുടിപ്പ് പോലും അവനപ്പോൾ അറിയുകയായിരുന്നു. താൻ പോലും അറിയാതെ അവൻ്റെ ഇരു കൈകളും അവളെ പുലുക്കാൻ തുടങ്ങിയതും ഗൗരി ഓക്കാനിച്ചതും ഒരുമിച്ചായിരുന്നു.
അവൾ മഹിയുടെ അടുത്തുനിന്ന് വാഷ്റൂമിലേക്ക് ഓടി. മഹിയേട്ടാ, എനിക്കിതിന് സ്മെല്ലടിക്കാൻ വയ്യ കേട്ടല്ലോ, തല പേരിക്കുന്നു. ഗൗരി നെഞ്ചി തടവിക്കൊണ്ട് വന്ന് ബെഡിലേക്കിരുന്നു. ഈ ഒരാഴ്ചയായിട്ട് നിനക്ക് ഈ പ്രശ്നമില്ലായിരുന്നല്ലോ, എന്നിട്ടിപ്പോൾ എന്തു പറ്റി? ആ, എനിക്കറിഞ്ഞൂടാ. നിങ്ങളിനി അടിക്കുന്ന ബ്രാൻഡ് എങ്ങാനും മാറിയോ മനുഷ്യ? അവൾ മഹിയോട് ദേഷ്യത്തിൽ ചോദിച്ചു. അവൻ ഡ്രസ്സ് മാറിയിട്ട് കാറിൻ്റെ ചാവിയും എടുത്തുകൊണ്ട് ഗൗരിയോട് ഒന്നും പറയാതെ പുറത്തേക്ക് പോയി. ഇനി കുടിച്ചിട്ട് പാതിരാത്രിയിലാകും വരുന്നത്. ഞാനേ വാതിൽ തുറന്ന് തരില്ല, പറഞ്ഞേക്കാം, അവൾ വിളിച്ചു കൂവി. അവൻ വണ്ടി എടുത്തുകൊണ്ട് നേരെ പോയത് അവിടെയുള്ള ഒരു ആറിൻ്റെ തീരത്തായിരുന്നു. വണ്ടി നിർത്തിയിട്ടിട്ട് അവൻ സീറ്റിലേക്ക് ചാരിക്കിടന്നു. അപ്പോഴും അവൻ്റെ മനസ്സിൽ അല്പം മുന്നേ ഒരു പൂച്ച കുഞ്ഞിനെ പോലെ തന്നെ നെഞ്ചിൽ പതുങ്ങിക്കിടന്നവളായിരുന്നു. അവളുടെ ഗന്ധം തന്നെ വന്ന് തഴുകുന്ന പോലെ അവൻ ശ്വാസം നീട്ടി വലിച്ചു. ഗൗരി, നീ എന്നെ വല്ലാതെ മതിപ്പിക്കുന്നു. നിന്നെ വീർത്ത ഓരോ നിമിഷത്തെയും ഞാനിപ്പോൾ ശപിക്കുകയാണ്. നിന്നിലേക്ക് അലിഞ്ഞില്ലാതാവാൻ, നിന്റെ സ്ത്രീത്വത്തെ പൂർണ്ണതയിലെത്തിക്കാൻ, നിന്റെ പാതിയാവാൻ. അതെ, പരമേശ്വരന് തൻ്റെ പാർവതി പോലെ ശരീരം പകുത്തു നൽകാൻ ഞാനും കാത്തിരിക്കുകയാണ് പെണ്ണെ. ഫോൺ ബെല്ലടിച്ചപ്പോൾ മഹി അതെടുത്ത് നോക്കി. അമ്മയാണ്. ഹലോ, എന്താ അമ്മേ? ഇത് എവിടാ മോനെ നീ? എത്ര നേരമായി പോയിട്ട്? നേരം 10 മണി കഴിഞ്ഞു. അമ്മ കിടന്നോ, ഞാൻ കുറച്ച് വൈകും. എൻ്റെ മഹിക്കുട്ടാ, ഇത് എന്തോന്ന് വർത്തമാനമാണ് നീ പറയുന്നത്? ആ കുട്ടിക്ക് കിടക്കണ്ടയോ? അതിനവളോട് കിടക്കണ്ടെന്ന് ആരാ പറഞ്ഞേ? നിന്നോട് തർക്കിക്കാൻ ഞാനില്ല, വേഗം വന്നേക്കണം. എനിക്കാണെങ്കിൽ ഈ ഗുളികയും മറ്റും കഴിക്കുന്നത് കൊണ്ട് നേരത്തെ ഉറങ്ങുന്ന ശീലമാണുള്ളത്. അമ്മ ഉറങ്ങിക്കോ, ഞാൻ എത്തിക്കോളാം. അവൻ ഫോൺ കട്ട് ചെയ്തു. വീട്ടിലെത്തിയപ്പോൾ 11 മണി കഴിഞ്ഞു. ബെല്ലടിക്കാനായി വിരലമർത്താൻ തുന്നിയതും ഗൗരി വാതിൽ തുറന്നതും ഒരുമിച്ചായിരുന്നു. പ്രതീക്ഷയോടെ തന്നെ കാത്തിരുന്നുവെങ്കിലും കണ്ടപ്പോൾ കലപ്പിച്ച് നോക്കുന്നവളെ ഒന്ന് കണ്ണിറക്കി കാണിച്ചിട്ട് ഒരു ചൂങ്കമൊക്കെ ചവച്ചുകൊണ്ട് മഹി വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. അമ്മ ഉറങ്ങിയോ? പിന്നെ ഉറങ്ങാതെ ഈ രാത്രിയിൽ എന്തോ ചെയ്യാനാ? ഓ, തമ്പുരാട്ടി ദേഷ്യത്തിലാണല്ലോ. എന്തു പറ്റീന്ന്? കഴിക്കാൻ എടുക്കണോ? വേണം. അവൻ കൈ കഴുകി വന്നിരുന്നു. ഗൗരി ഒരു പ്ലേറ്റിലേക്ക് ചോറും കറിയും എടുത്തു വെച്ചു. നീ കഴിച്ചോ? കഴിച്ചതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുമോ ഇപ്പോൾ? അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. നിന്നോട് ഭക്ഷണം കഴിച്ചോ എന്നാണ് ചോദിച്ചേ. ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ. ചോദിച്ചുള്ള മറുപടി പറഞ്ഞാൽ മതി. അവൻ ഗൗരിയെ നോക്കി കടുപ്പിച്ച് പറഞ്ഞു. ഇപ്പം മനസ്സില്ല. അവൾ ചുണ്ടുകൊട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു. മഹി പിന്നീടൊന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. അവൻ കഴിക്കും വരെ ഗൗരി സെറ്റിയിൽ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞതും അവൻ കൈ കഴുകാനായി എഴുന്നേറ്റു. അപ്പോഴേക്കും ഗൗരി ചെന്ന് പ്ലേറ്റുകളെല്ലാം എടുത്തുകൊണ്ട് പോയി കഴുകി കമഴ്ത്തി വെച്ചു. എന്നിട്ട് അടുക്കളയുടെ വാതിൽ ചാരിയിട്ടിട്ട് ഹാളിലേക്ക് വന്നു. മഹിയാണെങ്കിൽ ഫോണിൽ എന്തോ ന്യൂസ് കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അവൾ നേരെ മുകളിലേക്ക് കയറിപ്പോയി. ഉറക്കം വന്നിട്ട് കണ്ണുകൾ അടഞ്ഞു പോകുന്നു. സമയമാണെങ്കിൽ 11 മണിയാവാറായി. ഹോ, ഇങ്ങേർക്ക് ഇത്തിരി നേരത്തെ വന്നു കൂടായിരുന്നോ? ബാക്കിയുള്ളവർ നോക്കിയിരുന്ന് പാടുപെടും. അവൾ പിറുപിറുത്തുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ തട്ടി പിരിച്ചു. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ബെഡ് ലാമ്പ് ഓണാക്കി. എന്നിട്ട് ബെഡിലേക്ക് കയറി കിടന്നു. ഗൗരിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. എന്നും 10:30 ആകുമ്പോഴാണ് താൻ കിടന്ന് ശീലിച്ചത്. ഇത് ഒന്നുമല്ലാത്ത സമയത്ത് വന്ന് കിടന്നിട്ട് ഉറക്കവും വരുന്നില്ലല്ലോ എൻ്റെ ഗുരുവായൂരപ്പാ. അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു. മഹി റൂമിലേക്ക് വന്നപ്പോൾ ഒരു വശം ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന ഗൗരിയാണ് കണ്ടത്. കാന്താരി, ഉറങ്ങോ ഇത്ര വേഗം? അവൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒന്ന് ഫ്രഷായി വന്ന് കിടന്നപ്പോൾ സമയം 1 മണിയായിരുന്നു. ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി കിടക്കുകയാണ് മഹി. ഉറങ്ങുമ്പോൾ എന്തൊരു പാവം കുട്ടിയാണ്. വയലിൽ നിന്ന് വീഴുന്നത് കേട്ടാലോ? അവൻ്റെ ഒരു ചെറുചിരിയോടെ അവളുടെ അടുത്തേക്ക് അല്പം നീങ്ങിക്കിടന്നു. എന്നിട്ട് ഇടം കൈയാൽ അവളെ പൊതിഞ്ഞു പിടിച്ചു. ഗൗരി ഒന്ന് ചെറുതായി ഞരങ്ങി. പെട്ടെന്ന് അവൻ കൈ വലിച്ചെടുത്തു. ഗൗരിയെ കണ്ടിട്ടും മതി വരാത്തതുപോലെ മഹി അവളെ നോക്കി കിടക്കുകയാണ്. നിറയെ കുറുനീരകളാണ് പെണ്ണിന്. ഫാനിൻ്റെ കാറ്റിൽ അവ ഓളം തല്ലും പോലെ ഇളകി ആടുന്നുണ്ട്. സീമന്തരേഖ ചുവപ്പ് മായ തന്നെയാണ്. അപ്പോഴും നിറയെ കൺപീലികളാണ് അവൾക്കുള്ളത്. ഇവളെ ഒന്ന് മൂക്ക് കുത്തിച്ചാലോ? എന്ത് നല്ല ഭംഗിയാണ് ഈ മൂക്ക് കാണാൻ. ഒരു വെണ്ണക്കൽ മൂക്കുത്തി കൂടി ഇട്ടാൽ പെണ്ണിനെ മൊഞ്ചു കൂടും. അവൻ മെല്ലെ അവളെ നാസികത്തുമ്പിൽ തൻ്റെ ചെറുവിരൽ കൊണ്ട് ഒന്ന് തോണ്ടി. ചെറിയ കുട്ടികളേതുപോലുള്ള ഇളം പിങ്ക് നിറമാണ് അവളുടെ ആദരങ്ങൾക്ക്. ഒന്ന് തൊട്ടു നോക്കാൻ തോന്നിയെങ്കിലും മഹി അത് വേണ്ടെന്ന് വെച്ചു. ഒരു സ്പർശനം കൊണ്ട് പൂക്കുന്നവളാണ് സ്ത്രീ എന്നൊക്കെ എവിടെയോ വായിച്ചിട്ടുണ്ട്. പക്ഷെ വേണ്ട, മനസ്സുകൊണ്ട് ഇപ്പോഴും ഗൗരി തന്നെ അംഗീകരിച്ചിട്ടില്ല. തന്നോട് ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് വെറുപ്പാണെന്നുള്ളത് എപ്പോഴൊക്കെയോ തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരിക്കൽ തന്നെ സ്നേഹിക്കാനും അംഗീകരിക്കാനും കഴിഞ്ഞാൽ അന്ന് മതി ഈ ഗൗരിക്കുട്ടിയെ. അതുവരയ്ക്കും നീ പോലും അറിയാതെ നിന്നിങ്ങനെ കണ്ടുകൊണ്ടിരുന്നോളാം.
പലവിധ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മഹി എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു. 5:30 ഗൗരി കണ്ണു തുറന്നു. പെട്ടെന്ന് മിഴികൾ പോയത് തൻ്റെ ഇടതുവശത്തേക്കാണ്. തന്നോട് ചേർന്ന് കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന മഹിയെ കണ്ടതും അവളൊന്ന് ഞെട്ടി. ഇത്രയും അടുത്തേക്ക് ആദ്യമായിട്ടാണല്ലോ. അവൾ ഒരു നിമിഷം നോക്കി. എന്നിട്ട് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. ഫ്രഷായി വന്നതിന് ശേഷം അവൾ താഴേക്ക് ഇറങ്ങിപ്പോയി. അമ്മ എഴുന്നേറ്റിട്ടുണ്ട്. ഗൗരി ചെന്നപ്പോൾ അവർ ദോശ ചുടുകയാണ്. അയ്യോ അമ്മേ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഓടിച്ചെന്ന് അവിടെ കയ്യിൽ നിന്നും ചട്ടുകം മേടിച്ചു. അതിങ്ങി താ കുട്ടിയെ, എന്നിട്ട് ഈ കാപ്പി എടുത്ത് കുടിക്കുക. അവർ ഒരു കപ്പിലേക്ക് അവൾക്കുള്ള കാപ്പി എടുത്ത് വെച്ചു. അമ്മേ, ഞാൻ എടുത്ത് കുടിച്ചോളാം. ദയവ് ചെയ്ത് അമ്മ അവിടെ പോയി ഇരിക്കുന്നേ. അവൾ ദോശയ്ക്കുള്ള മാവ് കോരി ഒഴിച്ച് കഞ്ഞിക്കുള്ള വെള്ളവും എടുത്തുകൊണ്ട് വന്നു വെച്ചു. കുറച്ച് അച്ചിങ്ങാപ്പയറും ഒരു വെള്ളരിയുടെ കാൽ ഭാഗവും മുറിച്ചതും കൂടി എടുത്ത് വെള്ളത്തിലേക്കിട്ടു. ദോശ ചുട്ട് തീർന്നിട്ട് വേഗം കുറച്ച് നാളികേരം എടുത്ത് അവൾ ചിരകി വെച്ചു. ടീച്ചറും അപ്പോൾ വിളക്ക് കൊളുത്താനായി മറ്റും പോയിരുന്നു. മഹിക്ക് കാപ്പിയുമായി കുറിച്ച് കഴിഞ്ഞതും അവൾ കയറി ചെന്നു. അവൻ എഴുന്നേറ്റില്ല. വിളിക്കണോ വേണ്ടേന്ന് അല്പം അവൾ ആലോചിച്ചു. ഇനി കോഫി തണുത്തു പോയാൽ വീണ്ടും ചൂടാക്കി കൊണ്ടുവരണം. അതിൽ ഭേദം വിളിക്കുന്നതാണ് നല്ലത്. 2-3 തവണ വിളിച്ചുവെങ്കിലും അവൻ കേൾക്കാത്ത ഭാവത്തിൽ കിടന്നു. മഹിയേട്ടാ. അവൾ അവൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് അല്പം കുനിഞ്ഞുകൊണ്ട് വിളിച്ചു. അവൻ കണ്ണു തുറന്നു. ഗുഡ് മോർണിംഗ് പൊണ്ടാട്ടി. പുഞ്ചിരിയോടെ മഹി ഗൗരിയെ നോക്കി. വലിച്ചെടുത്ത് നെഞ്ചിലേക്കിടാൻ ആഗ്രഹമൊക്കെയുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, ഈ കാന്താരിയെ ഒന്ന് വരുതിയിലാക്കാൻ ഇത്തിരി പാടുപെടും. ദേ, നിങ്ങൾക്ക് കോഫി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, എടുത്ത് കുടിച്ചോണം. ഇനി തണുത്ത് പോയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചേക്കരുത്. പിന്നെ ഇനി ലീലയെടുത്തി വന്നരേ കുടിക്കോളൂ എന്നങ്ങനെ എന്തെങ്കിലും വാശിയുണ്ടെങ്കിൽ 1 മാസം കഴിഞ്ഞ് കോഫി കുടിക്കാം. ഗൗരി അവനെ ഇരുത്തി നോക്കിയിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പോവാണോ? എന്തേ? അവൾ തിരിഞ്ഞു നിന്നു. ആ കോഫി എടുത്ത് എൻ്റെ കയ്യിലോട്ട് താടി കൊച്ചേ. അവൻ തലച്ചോറിഞ്ഞിട്ട് അവളെ നോക്കി. കൈ ഉണ്ടല്ലോ, അങ്ങ് എടുത്ത് കുടിച്ചോളൂ. വേണ്ടത് ശീലം മുഴുവനും പഠിപ്പിച്ചു വെച്ചേക്കുക എല്ലാവരും കൂടി. ഗൗരി പിറുപിറുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി. വേഗത്തിൽ തന്നെ അവൾ കറികളെല്ലാം വെച്ച് കഴിഞ്ഞു. വെള്ളരിക്കയിട്ട് പുളിശ്ശേരി ഉണ്ടാക്കി. ചുവന്നുള്ളിയും കറിവേപ്പിലയും ഉലുവായും കടുകും ഒക്കെ പൊടിച്ച് അത് നന്നായി താളിച്ചു. വറ്റൽമുളകൊക്കെ ചതച്ചിട്ട് അച്ചിങ്ങപ്പയർ നന്നായി ഉലർത്തി മെഴുക്ക് പുരട്ടി വെച്ചു. കുറച്ച് കിളിമീൻ പൊരിക്കാനായി എടുത്ത് മസാല തിരുമ്മി വെച്ചു. തലേ ദിവസത്തെ കോവയ്ക്കത്തോരനും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. മോളെ, നീ തനിച്ച് ആകെ മടുത്തൂല്ലേ? എൻ്റെ ടീച്ചറമ്മേ, ഇതെല്ലാം ഞാൻ വീണ്ടും ചെയ്തുകൊണ്ടിരുന്നതാണെന്നേ. ഇതൊക്കെ വലിയ സംഭവമാണോ? അവളൊരു ബൗളിലേക്ക് ചമ്മന്തി കടുക് വറുത്ത് വെച്ചു. ക്ലാസ് റോളിൽ ദോശയും ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് നേന്ത്രപ്പഴവും എടുത്ത് പുഴുങ്ങിയിരുന്നു. എല്ലാം കൊണ്ടുപോയി അവൾ ഡൈനിങ് ടേബിളിൽ നിർത്തി. മഹി ഇറങ്ങി ഉമ്മറത്തേക്ക് വന്നപ്പോൾ ഗൗരി മുറ്റമെല്ലാം അടിച്ചു വാരി കഴിഞ്ഞിരുന്നു. മോളെ, മഞ്ഞ് കൊള്ളണ്ട, ജലദോഷം പിടിക്കും. പിന്നാമ്പറൊക്കെ വൈകിട്ടടിച്ച് വരാൻ കേട്ടോ. ആ, കുഴപ്പമില്ല ടീച്ചറമ്മേ. എത്ര പെട്ടെന്നാണെന്നോ എല്ലാം ചെയ്തു തീർത്തത്. ചോറും കറികളും ഒക്കെ ആയി കഴിഞ്ഞു. അവൻ നോക്കുന്നത് കണ്ടുകൊണ്ട് സരസ്വതി ടീച്ചർ മകനോട് പറഞ്ഞു. ടീച്ചറമ്മേ, എന്താ കുട്ടിയെ? ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചോണേ, ഞാൻ റെഡിയാകാൻ പോവാ. കഴിച്ചോളാം, മോള് പോയി ഒരുങ്ങിക്കോ. ഗൗരി സ്റ്റെപ്പ് കയറി വേഗത്തിൽ റൂമിലേക്ക് പോയി. മോനെ, നീയും വാടാ, കഴിക്കേ. എന്നിട്ട് ഗൗരി മോളെ ആ സ്കൂളിലേക്കൊന്ന് ഇറക്കിയേക്ക്. അവർ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു. ഇളം മഞ്ഞ നിറമുള്ള ഒരു കോട്ടൺ സാരിയായിരുന്നു അന്നത്തെ അവളുടെ വേഷം. ഗൗരി വേഗത്തിൽ ഞൊറിവെടുത്ത് സാരി കൊടുത്തു. മുടി മുഴുവനായും പിന്നെ മെടഞ്ഞിട്ടു. ഒരു കുഞ്ഞി പൊട്ടും തൊട്ട് നിറകിൽ സിന്ദൂരവും ചാർത്തി അവൾ തന്നെ ഒന്ന് നോക്കി. ഇന്ന് ഇത്തിരി സുന്ദരിയായിട്ടുണ്ട്. അവൾ സാരിയുടെ മുന്താണി പിടിച്ചൊന്ന് ഇടത്തേക്കും വലത്തേക്കും ചെരിഞ്ഞു. തിരിഞ്ഞു നോക്കിയതും കണ്ടു തന്നെ നോക്കി വാതിൽപ്പടി നിൽക്കുന്ന മഹിയെ. ഇയാൾക്ക് ഈ പരിപാടി ഉണ്ടോ? അകത്തേക്ക് വന്ന അവനെ നെറ്റി ചുളിച്ചു നോക്കി ഗൗരി. എന്ത് പരിപാടിയാണെന്ന് അവനെ സംശയമായി. അല്ല, ഈ ഒളിഞ്ഞു നോട്ടം ആരെയടി? ഒളിഞ്ഞു നോക്കിയേ? ഞാൻ നേരെയല്ലേ നോക്കിയത്? ഓ, അങ്ങനെയെങ്കിൽ അങ്ങനെ. നോക്കിയെന്ന് സമ്മതിച്ചോ? ആ, നോക്കി. ഈ കണ്ണടയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നീ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കണ്ട് വെറുതെ നോക്കി നിന്ന് പോയതാ. അല്ലാതെ നിന്റെ സൗന്ദര്യം ആസ്വദിക്കുമെന്നല്ലായിരുന്നു. ഇടയ്ക്ക് കൈയും കൊടുത്തു തന്നെ നോക്കി നിൽക്കുന്നവളെ നോക്കി മഹി പറഞ്ഞു. ഞാൻ ആടുവോ പാടുവോ ഒക്കെ ചെയ്യും. അതെൻ്റെ സൗകര്യമാണ്. നിങ്ങളത് നോക്കാനൊന്നും വരണ്ട. ഗൗരി തൻ്റെ ബാഗിലേക്ക് പുസ്തകങ്ങളൊക്കെ പെറുക്കി വെച്ചു. ആഹാ, അത് പറയാൻ നീ ആരടി? എനിക്ക് സൗകര്യമുള്ളപ്പോൾ നോക്കും. നിന്റെ എവിടെ വേണേലും നോക്കാനുള്ള അധികാരം എനിക്കുണ്ട്. കാണണോ നിനക്ക്? ഞാൻ നോക്കുന്നത് കാണണോന്ന്? അവളുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് മഹിയും ചോദിച്ചു. ദേ, തോന്നിവാസം പറഞ്ഞിട്ട് വന്നാലേ ഈ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. അത് കാണണോ നിങ്ങൾക്ക്? അവൾക്കും വിട്ടുകൊടുക്കാനുള്ള ഭാവമില്ലായിരുന്നു. പെട്ടെന്ന് മഹി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവളെ താടി പിടിച്ച് മേൽപോട്ട് ഉയർത്തി ഗൗരിയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി.
കാണണം. നീ ഇന്ന് കണ്ണു കുത്തി പൊട്ടിച്ചേ. അവളുടെ മുഖത്തേക്ക് മുഖം അല്പം കൂടി അടുപ്പിച്ച് പിടിച്ചു അവൻ. അപ്പോൾ പെട്ടെന്നായിരുന്നു ഗൗരി തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് അവൻ്റെ കണ്ണിലേക്കൊന്ന് കുത്തിയത്. ആ അമ്മേ, എൻ്റെ കണ്ണ്. അവൻ കണ്ണ് പൊത്തി പിടിച്ചുകൊണ്ട് ബെഡിലേക്കിരുന്നു. ഈശ്വര, പണി പാളിയോ? ആ, എൻ്റെ കണ്ണ് പൊട്ടിച്ചു അല്ലടി നീ? മഹി വേദന കൊണ്ട് പൊളയും പോലെ അഭിനയിച്ചു. അതിന് ഞാൻ പയ്യല്ലേ കുത്തിയത്? ഗൗരി അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഒരക്ഷരം മിണ്ടരുത് നീ. എൻ്റെ അമ്മ ഇങ്ങോട്ട് വിളിക്ക്. ഇതിനൊരു തീരുമാനമുണ്ടാക്കട്ടെ. അമ്മേ. അവൻ വിളിക്കാൻ തുടങ്ങിയതും ഗൗരി ഓടി വന്ന് അവൻ്റെ വായ മൂടി. പെട്ടെന്നവൻ ബാലൻസ് കിട്ടാതെ എന്ന പോലെ പിന്നിലേക്ക് മറിഞ്ഞു. അവൻ്റെ മുകളിലായി ഗൗരിയും. അപ്പോഴേക്കും താഴ്ന്ന ടീച്ചറമ്മ വിളിച്ചു. ഗൗരി മോളെ, നേരം പോകുന്നു. ദാ വരുന്നു ടീച്ചറമ്മേ. അവൾ അവൻ്റെ ദേഹത്തു നിന്നും എഴുന്നേൽക്കാൻ തുനിഞ്ഞതും മഹി അവളെ ഇറക്കാപ്പുണർന്നു. അവൻ്റെ നെഞ്ചിലേക്ക് ആഴത്തിൽ ഒരു കടി വെച്ച് കൊടുത്തിട്ട് അവൾ പിടഞ്ഞെഴുന്നേറ്റു. ഈ കുറിക്ക് മഹിക്ക് ശരിക്കും വേദനിച്ചു. എടീ. അവൻ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഗൗരി ഓടിക്കളഞ്ഞു. മഹിക്കാണെങ്കിൽ വേദന കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയിരുന്നു. എൻ്റെ അമ്മേ, എന്തൊരു കടിയാണ് ഇവൾ കടിച്ചത്. അവൻ കണ്ണാടിയിൽ ചെന്ന് നോക്കി. അവൻ്റെ വെളുത്ത നെഞ്ചിലെ രോമങ്ങളുടെ ഇടയ്ക്ക് ചുവന്ന് തിണർത്ത് കിടക്കുന്ന ഗൗരിയുടെ പല്ലിൻ്റെ പാട്. വേഗത്തിൽ ഡ്രസ് ചെയ്തുകൊണ്ട് അവൻ താഴേക്ക് പാഞ്ഞു.